ചെറിയ സിനിമയിലാണ് തുടങ്ങിയെങ്കിലും ഞാൻ എത്തിപ്പെട്ടതും സിനിമ ചെയ്തതെല്ലാം വലിയ പടങ്ങളും വലിയ സ്റ്റാർസിൻ്റെ പടങ്ങളിലുമാണ്. മറ്റൊരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചങ്ക് പറിച്ച് കൂടെ നിൽക്കുമല്ലോ, മനസ്സിലായില്ലേ? വീട്ടിലറിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി, കൊടുങ്കാറ്റായി. ഞാൻ അഭിനയിച്ച സീരിയലെല്ലാം ഹിറ്റാ. ഈ വലിയ മുന്നേത് പൊന്നമാവ് ചുമ്മാ ഇത് തള്ളുകാണല്ലോ എന്ന് പറയുന്നിട്ട് ഒരിക്കലും അല്ല. എൻ്റെ കുട്ടിക്കാലം എന്താ സാധാരണ ആൾക്കാരുടെ കുട്ടിക്കാലം പോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ജീവിച്ചിരുന്ന കാലത്തുള്ള സഹോദരങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും ഇല്ല. അതൊക്കെ ഒരു സന്തോഷകരമായ ഒരു കുട്ടിക്കാലമായിരുന്നു. ചെറുപ്പത്തിലെ ഡാൻസ് പഠിപ്പിച്ചു അമ്മ. എന്നെ 3 വയസ്സുള്ള കാല് നിലത്തിങ്ങനെ കുത്തുന്ന സമയത്തെ കൊണ്ട് അമ്മ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടാക്കി, ഡാൻസ് പഠിപ്പിക്കാൻ. ആ വയസ്സ് മുതൽ എന്താ പറയുക, കല്യാണത്തിൻ്റെ തലേദിവസം വരെ ഡാൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലമൊന്നും അല്ലല്ലോ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം. നല്ല എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള കളികളുണ്ടല്ലോ, തലപ്പന്തം, എന്താ പറയണേ, കുട്ടിയും കോലും, പാള വെച്ചുള്ള വലി, വട്ടുകളി, ഇതൊക്കെയായിരുന്നു അന്നത്തെ. ഓലപ്പന്തുകൊണ്ടുള്ള ഓലപ്പന്ത് കളി, ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓരോ കളികളും കാര്യങ്ങളും. അതൊക്കെ രസകരമായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇനി ഈ വരുന്ന ജനറേഷനൊന്നും അവർക്കതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇപ്പോൾ കളികൾ എല്ലാത്തിൻ്റെ മാറിയല്ലോ. 3 വയസ്സ് മുതൽ അമ്മ എന്നെ നൃത്തം പഠിപ്പിച്ചു. യശോദ മാഷായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ രായമ ടീച്ചർ പഠിപ്പിച്ചു. പിന്നീട് ഞാൻ ഒരു ഡാൻസ് പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ നായികയായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ബാലയാണ് സത്യവാൻ സാവിത്രി, പൊന്നാർ നൃത്തഭവൻ്റെ സാവിത്രിയായിട്ട്. ഞാനൊരു വർഷം ഇഷ്ടംപോലെ നമുക്ക് കളിയായിരുന്നു ഈ ബാല. നല്ല സിനിമാറ്റിക് പോലത്തെയുള്ള. ഞാനിപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, പഴയതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊക്കെ അയച്ചു തരാമോ എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ അന്ന് ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും അന്നില്ലല്ലോ. ഒന്ന് സേവ് ചെയ്യാനുള്ള ഒന്നും അവരുടെ കാലം അതല്ലായിരുന്നല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ തന്നെ വിചാരിച്ചു, ഒക്കെ എന്നിട്ട് എന്നെ തന്നെ എനിക്കൊന്ന് കാണാമായിരുന്നു. കാരണം ഇത്ര മണ്ണൊന്നും അന്നില്ലല്ലോ, വളരെ മെലിഞ്ഞിരിക്കുന്ന സമയമല്ലേ. അപ്പം അത് അവിടെയാണ് ഞങ്ങൾ ഒരു ഡാൻസ് നൃത്ത ഭവൻ. അതിൽ സത്യവാൻ സാവിത്രിയുടെ ബാലയിൽ സാവിത്രിയായിട്ടായിരുന്നു, നായികയായിട്ടായിരുന്നു. പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഇന്നത്തെ കാലത്തൊരു പ്രണയമൊന്നും അല്ലല്ലോ. അന്നത്തെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചങ്ക് പറിച്ച് കൂടെ നിൽക്കുമല്ലോ, മനസ്സിലായില്ലേ? അതിന് മതി ഒരുപാട് അടിയൊക്കെ അമ്മേനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട്. കൊച്ചു പ്രായമല്ലേ, നമുക്കും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പിടിയാലും അങ്ങ് നിൽക്കും. പിന്നെ പെട്ടെന്നൊരു കല്യാണമൊക്കെ കഴിക്കേണ്ടി വന്നു ആ പ്രായത്തിൽ. ആ ഒരു വർഷക്കാലം നാടകം കളിക്കേണ്ടി വന്നു. ആ നാടകത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വീട്ടിലറിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി, കൊടുങ്കാറ്റായി, ഭയങ്കരമായ അമ്മ. അന്നേരം ഞാൻ കൊച്ചല്ലേ, അപ്പോൾ അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മ എന്നെ അടിച്ചിട്ട് അടി നിസ്സാര അടിയെന്നല്ല വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കണം നല്ല രീതിയിലൊക്കെ മാറി. പിന്നെ കാലം നമ്മളിവിടെ കൊണ്ട് എത്തിച്ചു. അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. നാടകത്തിലോട്ടുള്ള എനിക്ക് വെളി വരുമ്പോൾ 14-15 വയസ്സേ, 14-15 വയസ്സ് ആ ഒരു പ്രായമാണ്. അപ്പം വീട്ടിൽ സമ്മതിച്ചില്ല. പിന്നെ അവർ പറഞ്ഞു ഒരു നാടകം കളിച്ചു തരാം, 15 ദിവസം റിഹേഴ്സലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ നാടകം കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സമിതിയിൽ വരുന്നു ഏറ്റുമാനൂർ സുരഭില. പിന്നെ പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞു. അങ്ങനെയാണ് ഏറ്റുമാനൂർ സുരഭിലയിലോട്ടാണ് ഞാൻ വരുന്നത്. സുരഭിലയിൽ നിന്ന് നാടകം കഴിഞ്ഞു. പിന്നെ കുറച്ച് നാൾ എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ വർഷം ഓരോരോ മക്കളെയും തന്ന് കുടുംബിനിയായി വീട്ടുകുടുംബിനിയായി 10-12 വർഷക്കാലം. അത് ഞാൻ എൻജോയ് ചെയ്തു. അന്ന് എൻജോയ് ചെയ്തില്ല, അന്നെല്ലാം കഷ്ടപ്പാടായിരുന്നു. ഈ 3 പിള്ളേരെയൊക്കെ വളർത്തണ്ടേ, എല്ലാത്തിനും പള്ളിക്കൂടത്തിൽ വിടണം, രാവിലെ എഴുന്നേക്കണം, കഞ്ഞി വെക്കണം, കറി വെക്കണം. ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഓർത്ത് ചിലപ്പോൾ അഭിമാനം കൊള്ളാറുണ്ട്. കൊച്ചു പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ പ്രായത്തിൽ എല്ലാവരും ആ സമയത്ത് ഓടിച്ചാലി കളിച്ചും കോളേജിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചും അവരവരുടെ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഈ 3 പിള്ളേരെയും കുഞ്ഞുങ്ങളെയും നോക്കി ഇങ്ങനെ എന്താ പറയണേ, എൻ്റെ ഒരു കളിപ്പാട്ടം പോലെയായി മക്കൾ. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്ന പോലെ അന്ന് തന്നെ കൊച്ചു പ്രായത്തിൽ കല്യാണം കഴിച്ചു. പിള്ളേർ വളർന്ന കൂട്ടിട്ട് ഞാനും പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു.
96 ഞാൻ സിനിമയിൽ വരണേ, പടനായകൻ ദിലീപിൻ്റെ പടം വന്നു. അപ്പോൾ അങ്ങനെ നാടകത്തിൽ നിന്ന് അവിടെ ഒരു പ്രൊഡ്യൂസർ വന്നു, ഇങ്ങനെ പരിചയപ്പെടുന്നു, എന്നോട് സിനിമയിൽ എന്ത് നമുക്ക് സിനിമയിൽ അഭിനയിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആ പടനായകൻ എന്ന സിനിമയിൽ രാജൻപിതാവിൻ്റെ ഭാര്യയായിട്ട് ആ സിനിമയിൽ വരുന്നത്. അത് ഹിറ്റ് പടമായിരുന്നു കേട്ടോ. അന്നൊന്ന് ഒരു ഹിറ്റിൻ്റെ ഒരു ഒന്നും എനിക്കറിയത്തില്ല, ഹിറ്റ് പടമായിരുന്നു. അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ അങ്ങ് പോയി പല ഘട്ടത്തിലൂടെ. സിനിമയിൽ ഞാൻ വരുന്ന നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫിലിമാണ്, ക്യാമറ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഡയലോഗ് പഠിച്ച് വേണം അന്ന് പറയാൻ. ടെക്നിക്കലായിട്ട് ഇന്നത്തെ ഒരു ടെക്നിക്കലായിട്ടൊന്നും അന്നില്ലല്ലോ. അന്ന് പരിമിതമായ കാര്യങ്ങൾ. അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയ റിച്ചാണ്. അതെല്ലാം മാറി ഇന്ന് അതിനേക്കാൾ റിച്ചാണ് ഇന്ന് നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചണം, നമ്മളൊക്കെ ഫിലിം ഉള്ള കാലത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അതോ ആരുടെ കൂടെയൊക്കെ അഭിനയിക്കണേ? ഫിലിം ഉള്ള നാളുകളിൽ തന്നെയാണ് ഈ മമ്മൂക്ക, ഈ ലാലേട്ടൻ, ജഗദീഷ് കുമാർ, രാജംബി ദേവ്, എൻ്റെ ഫറീസ് ചേട്ടൻ, ദിലാൻ ചേട്ടൻ, അതേ പ്രസാദ് സാർ, ഇത് വേണ്ട, ഹച്ച് ഖലീഫിക്ക, അവരോടൊപ്പമൊക്കെ നമ്മൾ അഭിനയിച്ചതേ. ഇന്നാണ് നമുക്ക് ഇന്നിപ്പോൾ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇന്ന് സിനിമയിൽ അഭിനയിക്കണേ. അന്നൊന്നും അതല്ല, ടെൻഷനാണ്. ഡെലിവറി പഠിച്ചിട്ട് അതിൻ്റെ ഒരു ഒച്ച ഇങ്ങനെ കിറന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഉള്ളംകാലിൽ നിന്നൊരു പെരുപ്പ് ഇങ്ങനെ അങ്ങോട്ട് കയറും, ആക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചങ്കുരത്തോടെ ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള ഒരു എന്താ പറയണ, ഒരു ശക്തി അന്ന് ദൈവം തന്നു. കാരണം അതൊക്കെ എനിക്ക് തന്ന ഒരു പ്രചോദനം, ഒരു ഊർജ്ജവും എൻ്റെ നാടകമായിരുന്നു. കാരണം ഓൾറെഡി ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ജനകോടികളുടെ മുന്നിൽ നിന്ന് നാടകം അവതരിപ്പിച്ച് പേടിയില്ലാണ്ടൊക്കെയാണ്. ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ പേടിക്കാനോ? ലക്ഷങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ നാടകം ചെയ്ത ഒരാളാണ്. പിന്നെ ഒരു ക്യാമറ മുന്നിൽ നിന്ന് ഞാൻ പേടിക്കുമോ? അതെൻ്റെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ റീറ്റൊക്കൊന്നും പോകാതെ ദൈവം അനുഗ്രഹിച്ച് പ്രഗത്ഭരായ ജോഷി സാറ്, ഹരിഹര സാറ്, MD സാറ്, നമ്മുടെ ഷാജി കൈലാസ്, പ്രഗത്ഭരായ ആൾക്കാരോടൊപ്പം അന്നത്തെ എല്ലാ സിനിമകളിലും എന്നും പറയുന്ന പോലെ ചെറിയ സിനിമയിൽ ഞാൻ തുടങ്ങിയെങ്കിലും ഞാൻ എത്തിപ്പെട്ടതും സിനിമ ചെയ്തതെല്ലാം വലിയ പടങ്ങളും വലിയ സ്റ്റാർസിൻ്റെ പടങ്ങളിലുമാണ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചതും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു കഴിവായിട്ടൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ചാച്ചൻ്റെ ഒരു ബ്ലെസ്സിങ്, എൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ മക്കളുടെ പ്രാർത്ഥന, ഇതൊക്കെ ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് ആദ്യം നല്ല അവസരം തന്നത് സിബി മലൈ സാറ്, മറ്റേ ലോഹിതദാസ് സാറ്, പിന്നെ BM വിനു സാറ്, വിനയൻ സാറ്, നമ്മുടെ ഡയറക്ടർ സേതു, ഉദയകൃഷ്ണയുടെ ഉദയൻ, CBKയുടെ ഉദയൻ, അങ്ങനെ ബെന്നി പി നായരമ്പലം. ഞാൻ എപ്പോഴും മറന്നു ബെന്നിയെ പറയാനായിട്ട്. ബെന്നി പി നായരമ്പലം. അങ്ങനെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ സൃഷ്ടിയിലൊക്കെ നമുക്ക് ഓരോ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ അവരുടെ കൂടെ ഒരു ഇതുള്ളതുകൊണ്ട് മനസ്സിലായോ. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എൻ്റെ ഫസ്റ്റ് വരുന്ന ടൈറ്റിൽ അതാ. എൻ്റെ കൊല്ലം മോഹൻ ചേട്ടൻ എടുക്കുന്ന ഫോട്ടോ. കൃഷ്ണനാണ് അന്നത് അത് എഴുതി, അതിനകത്ത് റൈറ്റപ്പ് എഴുതിയത്. കൃഷ്ണൻ അപ്പോൾ പണ്ട് നാടകത്തിൽ കളിക്കുന്ന സമയത്ത് കൃഷ്ണൻ ചോദിക്കും, എന്നൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൂടെ ചോദിക്കുമായിരുന്നു എന്നോട്. കൃഷ്ണൻ എനിക്ക് അന്ന് പോലെ അറിയാം, കൃഷ്ണന്മാലം. അപ്പോൾ ഇപ്പോൾ കൃഷ്ണന്മാല ആണല്ലോ അത്. നമ്മൾ എന്ത് ചെയ്താലും ഇന്നും നമ്മളോടൊപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ അതിനാനയും വന്ന് എന്തെങ്കിലുമൊക്കെ വാർത്തയൊക്കെ ഉണ്ടാക്കി കൃഷ്ണന്മാല ഇടും കേട്ടോ. മോഹൻചേട്ടനെ എപ്പോൾ ഇറങ്ങണ്ട, അവിടെ ഒന്നൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയും. ഇപ്പോഴാണെങ്കിലും മോഹൻചേട്ടനെ പണ്ടത്തെ നാടകത്തിൽ വന്ന സമയമാണ് ആദ്യത്തെ ഫോട്ടോ. ഞാനിങ്ങനെ മോലോട്ട് നോക്കി നിൽക്കുന്നൊരു പടമാണ്. അത് ക്ഷീണിച്ച പടമാണ്. നാടകത്തിൽ നിന്ന് സിനിമയിലേക്കെന്നും പറഞ്ഞു. അത് എൻ്റെ ഫോൺ നമ്പർ, അന്നേരം ഫോൺ നമ്പർ സ്വന്തമായിട്ടില്ല, PP നമ്പരാണ്. ഒരു അടുത്ത വീട്ടിലെ ആൾ വന്ന് പറയണം, ഇതേ പറഞ്ഞു ചേച്ചി ഫോൺ വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെയായിരുന്നു ഫോൺ എടുത്തത്. 30 വർഷത്തെ ജേർണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെയെല്ലാം കടന്നു എത്ര പടം ചെയ്തു. ഞാൻ ഇത്രയും നല്ല സൂപ്പർ സ്റ്റാർസിനോടൊക്കെ ഇപ്പോൾ അഭിനയിച്ചല്ലോ, ഇത്രയും പടങ്ങൾ ചെയ്തല്ലോ, ജനങ്ങൾ കൈയടിക്കുന്ന വേഷങ്ങൾ ചെയ്തല്ലോ. എത്രയോ ഹിറ്റ് പടത്തിൻ്റെ ഭാഗം, എത്രയോ നല്ല പ്രഗത്ഭരായ ഡയറക്ടർമാരുടെ പടം, എത്രയോ നല്ല ബാനറിൻ്റെ പടങ്ങൾ, അതൊക്കെ ചെയ്യാനൊരു ഭാഗ്യം ദൈവം തന്നു. 30 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ചില്ലറ ജേർണിയല്ല. ഇപ്പോഴും കണ്ടില്ലേ, കുഴപ്പമില്ലാണ്ട് ദൈവം അനുഗ്രഹിച്ച് 30 വർഷത്തോടെ എത്തി നിൽക്കുമ്പോഴും എല്ലാം നല്ല തന്നെയല്ലേ ഉള്ളൂ. എല്ലാം നല്ല തന്നെ സിനിമയിൽ നിന്ന് എല്ലാം ഉണ്ടായിട്ടുള്ളൂ. എനിക്കങ്ങനെ ഒരു എന്താ പറയണേ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ജനറേഷൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരുടെ എല്ലാവരും വ്യത്യസ്തമായ രീതികളും സ്വഭാവങ്ങളുമാണല്ലോ സിനിമയിൽ. പിന്നെ അവരൊക്കെ പറഞ്ഞാൽ നമ്മുടെ സീനിയറാണ്. മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഞാനൊക്കെ അവരെയൊക്കെ കണ്ടല്ലേ സിനിമയിൽ വരണേ. ഞാൻ അവരെയൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ്.
അവരോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറുമായിട്ട് ഞാൻ എത്രയോ മൂവി ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, എത്രയോ പടങ്ങൾ. ജഗദീഷ് ശ്രീകുമാർ, കൊച്ചിൻ കനീഫിക്ക, മുരളിച്ചേട്ടൻ, നന്ദപ്രസാദ് സാർ, തിലകൻ ചേട്ടൻ, പിന്നെ എൻ എഫ് ഫറീസ് ചേട്ടൻ, മരിച്ചുപോയ നമ്മുടെ താരന രാജംബി ദേവ്, അങ്ങനെ എത്രയോ, പൊന്നമ്മ ചേച്ചി, KPC ലളിത ചേച്ചി, മീനാകുമാരി ചേച്ചി ചെയ്തിട്ടില്ല, വിലോമന ചേച്ചി, മീനമ്മയോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ മാളച്ചേട്ടൻ ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരുടെ എന്താ പറയണേ, ഇന്നസെൻ്റ് ചേട്ടന്, അങ്ങനെ എത്രയോ ആൾക്കാരുടെ അപ്പം നമ്മൾ അഭിനയിച്ചിരിക്കുന്ന, ഇവിടെ ജീവിച്ചിരിക്കുന്നവർ ഇത്രയും. ഇപ്പം മരിച്ചുപോയവരുടെ എണ്ണം കൂടെ ഞാൻ പറയണേ. അവരുടെ ഭാര്യയായിട്ടും ചേച്ചിയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ള ഭാഗ്യം ദൈവം തന്നു. അവരൊക്കെ നമ്മളെ പകുതിയാക്കിയിട്ട് കുറേ പേര് നമ്മളെ ഇട്ടിട്ട് അങ്ങ് പോയി. മിനിസ്ട്രിയിൽ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. മിനിസ്ട്രിയിൽ പലതും ഞാൻ എൻ്റെ കഴിവുകൾ കുറച്ച് കാണിച്ചു കൊടുത്തത് ഞാൻ മിനിസ്ട്രിയിലൂടെയാണ്. അത് കണ്ടിട്ടാണ് എന്നെ സിനിമക്കാർ പൊന്നമ്മ അത്യാവശ്യം കോമഡി ചെയ്യുന്നുണ്ടല്ലോ, പൊന്നമ്മ അത്യാവശ്യം ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടൊക്കെ കാണിച്ചു കൊടുത്തതൊക്കെ മിനിസ്ട്രിയിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും മിനിസ്ട്രീനെ ഞാനൊരിക്കലും തള്ളി പറയത്തില്ല. ഇടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇനി ഞാൻ സിനിമ ചെയ്താലും ഞാൻ ഒരു സീരിയൽ നല്ല ഒരെണ്ണം ഞാൻ ഈ കഴിഞ്ഞ ഇപ്പോൾ സിനിമ ഉണ്ടല്ലോ, സീരിയൽ എന്തിനാ ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അതല്ല, മിനിസ്ട്രി പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താണെന്നേ സീരിയലൊന്നും അഭിനയിക്കാത്ത, അവർക്ക് സിനിമയല്ല അവർ ചോദിക്കണേ. ഞാൻ പറഞ്ഞത് എൻ്റെ സിനിമ കളിക്കുന്നുണ്ട്, അത് പോയി കാണുക എന്ന് പറഞ്ഞു. ഞാൻ പറയാം അത് ഞങ്ങളുണ്ടല്ലോ മറ്റേ ആ സീരിയൽ, ഒന്നും ഒരു രക്ഷയില്ല മേഡം എന്നൊക്കെ പറഞ്ഞ് അവരെൻ്റെ സിനിമാ കഥയൊന്നും അല്ല പറയുന്നത്, അവർ സീരിയൽ കഥയാണ് പറയണത്. അവർക്ക് എന്നെ സീരിയൽ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് കുടുംബ പ്രേക്ഷകർക്ക്. പിന്നെ എല്ലായിടത്തും ചില ആൾക്കാർ മിനിസ്ട്രിയിൽ സക്സസ് ആവാറില്ല, ചില ആൾക്കാർ ബിഗ് സ്ക്രീനിൽ സക്സസ് ആവാറില്ല. ദൈവം എനിക്ക് രണ്ടിടത്ത് സക്സസ് തന്നില്ലേ, ഇതുപോലെ എനിക്ക് എന്നാ വേണ്ട ഈ ലോകത്ത്, പുണ്യ ജന്മം എന്ന് പറയുന്ന പോലെ ദൈവം എന്നെ അവിടെയും ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ കോമഡി മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്ത സ്ത്രീ ഹിറ്റാണ് ഏഷ്യാനെറ്റിൻ്റെ ഹിറ്റ് സീരിയൽ, സ്ത്രീ സീരിയൽ, സമയം, ശ്രീരാമ ശ്രീദേവി, അങ്ങനെ എത്ര സീരിയൽസിൻ്റെ എണ്ണം പറയണ 40-45 സീരിയലുണ്ട് പറയുകയാണെങ്കിൽ. പിന്നെ കോമഡി ഷോയിലും പോയിട്ടുണ്ട്, ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു 4 കൊല്ലം പോയ കോമഡിയുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഹിറ്റ് സീരിയലായിരുന്നത്. അത് കണ്ടിട്ട് മമ്മൂക്ക എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. കോമഡി കണ്ടിട്ട് അതിനകത്ത് എന്നെ കോമഡി സിനിമാക്കാർ പ്രത്യേകിച്ച് കാണുന്നത് തന്നെ, താൻ കോമഡിയൊക്കെ ചെയ്യുമല്ലേ എന്നത് മമ്മൂക്ക. അതിനുശേഷം മമ്മൂക്കയുടെ തുറപ്പൂരാനൊക്കെ ഞാൻ ചെയ്യുന്നത്, മമ്മൂക്കയുടെ അതിനുശേഷം പടത്തിൽ അഭിനയിക്കണേ. അങ്ങനെ ഇതിൽ കണ്ടിട്ടാണ് വിനയൻ സാർ അത്ഭുതത്തിലൊക്കെ വിളിക്കുന്നത് തന്നെ, ഈ ഹ്യൂമർ ചെയ്ത്. ആ സമയത്ത് 8 സുന്ദരികളിൽ ഞാനെന്നും പറഞ്ഞ സീരിയൽ പോകുന്നുണ്ടായിരുന്നു, അതും ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്ത സീരിയൽ, ഞാൻ അഭിനയിച്ച സീരിയലെല്ലാം ഹിറ്റാണ്. ഈ ഇത് പൊന്നമ്മാവ് ചുമ്മാ ഇത് തള്ളുകാളോ എന്ന് പറയുന്നിട്ട് ഒരിക്കലും അല്ല, ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടുള്ള സീരിയൽസ് എല്ലാം, ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ബിസിനസ് ഹിറ്റ്ലറായിരുന്നു, അതും വമ്പ ഹിറ്റായിരുന്നു. അപ്പോൾ ഒന്നും ദൈവം നമുക്ക് എന്താ പറയണേ, എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ക്രൂ എല്ലാവരോടും ചേർന്നിട്ടുള്ള അതൊരു ബ്ലെസ്സിങ് അവിടെ കിട്ടുന്നു, അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് കുക്കറി ഷോ, നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് അന്ന്, അത് പറയുകയാണെങ്കിൽ ഞാൻ സിന്ധുവിനെ പറയാം. സിന്ധു ഏഷ്യാനെറ്റുള്ള സമയത്താണ് സിന്ധു തന്നെ സമയത്ത് പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ. ആ സമയത്താണ് മോഹൻചാൻ എന്നെ വിളിച്ച് ചോദിച്ചു, പൊന്നൂന് ഇങ്ങനെ കുറച്ച് എപ്പിസോഡ് ചെയ്യാവോ കുക്ക്. അവരെന്തേ ഇതുപോലെ എന്തോ പ്രശ്നം വന്നത്, പൊന്നു ഒന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു ചെയ്തു. പക്ഷേ ഭയങ്കര ഹിറ്റ്, അത് ഭയങ്കര റേറ്റിംഗ് കയറിയത്, ഭയങ്കര റേറ്റിംഗ് ഉണ്ടായിരുന്നത്. ഞാൻ കഥയൊക്കെ പറഞ്ഞ് നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുന്ന അതായത് ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ ഈ കുക്കിങ് കണ്ട് ഇതൊക്കെ ആൾക്കാർ ഭയങ്കര ഏറ്റെടുത്തിട്ട് പിന്നെ വഴിയെ പോകുന്നവരൊക്കെ ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുക്കലായി പണി കുറേ നാളത്തേക്ക്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഓടി എന്നെ പിടിച്ചു നിർത്തി. അവിടെ നിന്ന് ഞാൻ എന്തേ അതേ കറണ്ട് പോയപ്പോൾ ഞാൻ മേഡം ലിവർ ഒലത്തിയില്ലേ, അവിടെ അത് മേഡം അത് എണ്ണ ഇട്ട് കടുകിട്ടു, കറണ്ട് പോയി. അതിൻ്റെ കൂട്ടം ഏതൊക്കെയാണെന്ന് ഈ പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക വഴി നിന്ന്. അതിട്ട് ഇളക്കി റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാളെ പറഞ്ഞു ഇന്ന് മേഡത്തിൻ്റെ കറിയാണ് ഞാൻ കൂട്ടിയേ. അപ്പോൾ ഇന്നലെ മേഡം കുക്കറി ഷോ ഇല്ലേ കരിമീൻ പൊള്ളിച്ചത്, അതെൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി തന്നു, സൂപ്പർ നല്ലതായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് എന്നെ കാണാൻ പറഞ്ഞു. അതിന് ശേഷം ഒത്തിരി പേര് പതുക്കെ ആ കിച്ചൺ ഈ കിച്ചണിനൊക്കെ ഒത്തിരി പേര് ഇറങ്ങിയത്. ഞാൻ ആദ്യം ഒരു നടിയെന്ന രീതിയിൽ ആദ്യം കുക്കറി ഷോ ചെയ്യുന്നത് സിന്ധു. അതിനുശേഷം നമ്മുടെ ഫ്ലവേഴ്സിൽ മലബാർ മസാല, ഞാനും രാജേഷ് കബാറും കൂടെ, അത് പാട്ട് ഡാൻസ് ഞങ്ങളുടെ വർത്തമാനം, അത് നല്ല രസമായിരുന്നത്.
അതൊരു 150 എപ്പിസോഡ് പോയായിരുന്നു. ഞാൻ പിന്നെ ഒരു തമിഴ് പടം ചെയ്യാൻ വേണ്ടി പോയി, ധനുഷിനോടൊപ്പം ഒരു തുടരി ചെയ്യാൻ വേണ്ടി, തമിഴ് ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്താണ് നമ്മൾ ഈ കുക്കറി ഷോ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ പോയേനെ. അങ്ങനെ ഒരു തമിഴ് പടം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ഈ കൂടെ പറഞ്ഞത് പറയാതെ കയറി വന്ന് പോയതാണ്.